ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹായ് ദുർഗ. ഹലോ, ഞാനാ പൂർണിമ, ധ്വനിമോളുടെ അമ്മ. ഇത് വാങ്ങിച്ചോ. എവിടെ ദുർഗയുടെ ഹസ്ബൻഡ്? ദുർഗേ, എന്താ മോളെ? സുഖല്ലേ? ഈ നാശത്തിന് ഇവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ പോവും. നീ ടെൻഷൻ ആവാതെ അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. മോളെ, നീങ്ങി വന്നേ, ഒരു കാര്യം പറയട്ടെ. വാ, ഇപ്പൊ വരാം. കുഴപ്പമൊന്നുമില്ല, നീ ഇവിടെ ഇരുന്നേ. ഇരിക്കി. എന്താ ചെറിയമ്മ? നിന്നോട് ആരെങ്കിലും ഇപ്പൊ അങ്ങോട്ട് വരാൻ പറഞ്ഞോ? എന്തിനാ ജ്യൂസ് എടുത്തോണ്ട് അങ്ങോട്ട് എഴുന്നള്ളേ? അത് ഞാൻ കൂടുതൽ പ്രസംഗിക്കണ്ട. മര്യാദയ്ക്ക് ആ ജ്യൂസ് അവിടെ വെച്ചിട്ട് നീ കലവറയിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാ മതി. അവിടുന്ന് പുറത്തേക്ക് വരണ്ട. പോ. പിന്നെ എന്തെങ്കിലും പറഞ്ഞ് സ്റ്റേജിന്റെ ഭാഗത്തേക്ക് എങ്ങനെ വന്നാ അറിയാലോ നിനക്കെന്നെ. പോ. വാ. ഇവരെന്തിനാ നിശ്ചയം ക്ഷേത്രത്തിൽ വെച്ചത്? എന്തിനു ചൂടാ ഇവിടെ? AC ഓഡിറ്റോറിയം കിട്ടാഞ്ഞിട്ടാണോ? ആ, ക്ഷേത്രത്തിൽ വെച്ചിട്ടല്ലേ മംഗളകാര്യങ്ങൾ നടത്തേണ്ടത് ചന്ദ്രമതി. അതിൽ പരം പുണ്യം മറ്റെന്താ ഉള്ളത്? അത് മാത്രല്ല ചെറിയമ്മേ, വിവാഹം നമ്മളല്ലേ നടത്തുന്നത്. അപ്പൊ പിന്നെ അവര് നടത്തുന്ന ചടങ്ങ് അവരുടെ ഇഷ്ടത്തിന് ചെയ്യട്ടെ. അഷിതയുടെ അമ്മയ്ക്ക് ഇവിടെ വെച്ച് നടത്തണമെന്ന് എന്തോ നേർച്ചയുണ്ടെന്നല്ലേ പറഞ്ഞത്? എന്ത് നേർച്ച? ഇത് വെറുതെ കാശ് ലാഭിക്കാൻ കാണിച്ച ബുദ്ധിയാ. അത് ശരിയാ, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. നിങ്ങൾ രണ്ടുപേരും എന്തിനാ വെറുതെ കുറ്റം കാണുന്നേ? ആ, നേർച്ചയുടെ പേരിൽ അല്ലെങ്കിൽ പോലും മംഗളകാര്യങ്ങൾ ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്നത് നല്ല കാര്യം തന്നെയാ. അത് മാത്രമല്ല, എന്തിനാ വെറുതെ ആഡംബരം കാണിച്ച് കാശ് കളയുന്നേ? ഈ കല്യാണത്തിനും അതുമായി ബന്ധപ്പെട്ട ചടങ്ങിനും ഉപയോഗിക്കുന്ന പൈസ വല്ല ബിസിനസ്സിലും ഇൻവെസ്റ്റ് ചെയ്താലേ എന്ത് ലാഭമായിരിക്കും അറിയോ? മതി മതി, ഇതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. നമുക്ക് അകത്തേക്ക് പോവാം. അതെ, അവരെല്ലാം നമ്മളെ കാത്തിരിക്കുകയാണ്. പൃഥ്വി, ഇന്ന് നിന്റെ ലൈഫിലെ പ്രധാനപ്പെട്ട ദിവസാ. മറ്റൊന്നും ചിന്തിച്ച് ഈ ദിവസത്തിന്റെ സന്തോഷം കളയണ്ട. ഏയ്, ഞാൻ ഹാപ്പിയാണ് ചേച്ചി. വാ, അകത്തേക്ക് പോ. നിങ്ങൾ പോയിക്കോ. സഹദേവട്ടന്റെ പേരിൽ ഒരു അർച്ചന കഴിപ്പിച്ചിട്ട് ഞാൻ വന്നോളാം. ഓ, വാ. ചേട്ടാ, ഞങ്ങൾ ചെയ്യുമായിരുന്നല്ലോ മോളെ. സാരല്ല ചേട്ടാ. ഡഗ്ലാസേ, ഇതൊന്ന് അങ്ങോട്ട് കൊണ്ടുപോയി വെക്ക്. ചേട്ടാ ചേട്ടാ, നിക്ക് നിക്ക്, ഞാൻ കൊണ്ടുപോയി വെച്ചോളാം. ഇല്ല ഇല്ല, ഇവിടുത്തെ പണി നടന്നോട്ടെ, ഞാൻ കൊണ്ടുപോയി വെച്ചോളാം. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട് ഈ സ്ഥലമാണല്ലോ കണ്ടെത്തിയിരിക്കുന്നത്. ഒരു മര്യാദ ഇല്ലാത്ത കൂട്ടര്. എന്താ ചന്ദ്രമതി നിന്റെ മുഖത്തൊരു ദേഷ്യം? ആൾക്കാർ ശ്രദ്ധിക്കും. മര്യാദക്ക് നിക്ക്. അളിയാ, എടാ, നിങ്ങളൊക്കെ നേരത്തെ എത്തിയാ? നേരത്തെയോ? നീ ലേറ്റ് ആയതുകൊണ്ട് തോന്നുക. ബെസ്റ്റ്. നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കഞ്ഞേ? ഫോൺ എന്റെയിലായിരുന്നു. ഇന്നത്തെ ദിവസം പൃഥ്വിക്ക് മറ്റൊരു ടെൻഷനും കൊടുക്കണ്ടെന്ന് കരുതി. അത് നന്നായി. എന്നാ ഇവനെ ഞങ്ങളുടെ കൂടെ വിട്ടേക്ക്. സുന്ദര കുട്ടപ്പനാക്കി കൊണ്ടുവരാം. ഹേയ്, അതൊന്നും വേണ്ട. ചെല്ലു പൃഥ്വി, ഇതൊക്കെ നിന്റെ ഫ്രണ്ട്സിന്റെ അവകാശമാ അല്ലേ അളിയാ? അതെ, ചെല്ലുമോനെ, ഇന്ന് നിന്റെ ദിവസമാ. ചെല്ലേ. ചെല്ല്.
ചെറിയ എന്നാ നമുക്ക് അങ്ങോട്ട് പോയാലോ? നീ വീണ്ടും വന്നോ? ഓടിച്ചുവിട്ടാലും പോയില്ല. ഞാൻ വ്ലോഗ് എടുക്കാൻ വന്നോന്നല്ല. പിന്നെ നീ എന്തിനാ വന്നേ? അല്ല, ചെറുക്കനും വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്, അത് പറയാൻ വേണ്ടി വന്നാ. അയ്യോ അവരെത്തിയോ? അമ്മയും അപ്പച്ചിയും കൂട്ടിക്കൊണ്ട് വരാൻ മുത്തശ്ശി അച്ഛനും പറഞ്ഞയച്ചാ, അതുകൊണ്ടാ വന്നേ. വാ വാ നാത്തൂനെ, നമുക്ക് അങ്ങോട്ട് ചെല്ലാം. അഞ്ജു, നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണേ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ചെല്ലേ. ഇപ്പൊ വരാം മോളെ. വാ. വന്നേ. ഈ ഫോട്ടോ ഒന്ന് അയച്ചു. എന്റെ നമ്പർ ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ തരാം. ഞാൻ 98. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? മതി മതി മതി. സമ്മതിക്കൂല. അശി, നിന്റെ ചെക്ക വന്നിട്ടുണ്ട്. പോടി. വരൂ. എല്ലാരും എത്തിയിട്ട് കൊറേ നേരം ആയോ? ഞങ്ങൾ ഇപ്പൊ വന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞ ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. എന്റെ മോൾക്ക് ഇങ്ങനെ ഒരു മഹാഭാഗ്യം തേടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഞാനും എന്റെ മോന് ഇങ്ങനൊരു വിവാഹമായിരിക്കുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതെന്താ പൃഥ്വിയുടെ അമ്മ എന്തോ താല്പര്യമില്ലാത്ത പോലെ സംസാരിക്കുന്നേ? അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. എന്റെ ഭാര്യ സന്തോഷത്തോടെ സംസാരിച്ചാലും സങ്കടത്തോടെ സംസാരിച്ചാലും അവർക്ക് ഒരേ മുഖമാണ്. ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവാ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതെ, ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താനായിരുന്നു ഞാനും നാത്തൂനും തീരുമാനിച്ചത്. അപ്പോഴാ ഈ ക്ഷേത്രത്തിൽ വെച്ച് നടത്തണമെന്ന് വഴിപാടുണ്ടെന്ന് അമ്മ പറഞ്ഞത്. അല്ലേ അമ്മേ? അതെ അതെ, എന്റെ ഇഷ്ടം നോക്കി മാത്രം പെരുമാറുന്ന മകനും മരുമോളും ആണ് എനിക്കുള്ളത്. എന്റെ ഭാഗ്യം അല്ല ദേവാ? അതെ. പൂർണിമേ, സമയം കളയാതെ നീ വാങ്ങിയ ഗിഫ്റ്റ് ഒക്കെ കൊടുക്ക്. ഗിഫ്റ്റോ? ആ അതെ, അഷിത മോൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ. പല്ലവി, അതിങ്ങെടുക്ക്. ഇതാ അഷിതയ്ക്കുള്ള ഗിഫ്റ്റ്. എന്തിനാ പൂർണിമ ഇതൊക്കെ വാങ്ങിയേ? പൂർണിമയുടെ അനുജന്റെ ഭാര്യ ആവുന്നത് തന്നെയാ അഷിതയ്ക്കുള്ള ഏറ്റവും വലിയ സമ്മാനം. ഇത് എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി മേടിച്ചതാ. ഹായ് ദുർഗ. ഹലോ. ഞാനാ പൂർണിമ, ധ്വനിമോളുടെ അമ്മ. ഇത് വാങ്ങിച്ചോ. എവിടെ ദുർഗയുടെ ഹസ്ബൻഡ്? ദുർഗേ, പൃഥ്വി എവിടെ? അവൻ കൂട്ടുകാർക്കൊപ്പം പുറത്തുണ്ട്. ഈ ഫോട്ടോയിൽ കിരണിന്റെ അമ്മയ്ക്കൊപ്പം ഒരാണും കൂടി ഉണ്ടായിരുന്നു. ഇതൊരു പക്ഷേ കിരണിന്റെ അച്ഛനായിക്കൂടെ?